ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2023 പബ്ലിക് ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 4-ൽ നിന്ന്, അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ആൻസേഴ്സ് എങ്ങനെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്താം എന്നും, അതോടൊപ്പം ഈ ലാബിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓൾറെഡി ലാബ് 4-ലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ലാബിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ആക്ടിവിറ്റീസ് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും പബ്ലിക് എക്സാമിനേഷന് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്തു പോകുന്നത് നല്ലതാണ്. കാരണം അതിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും ഈ വർഷവും ചോദിക്കാൻ സാധ്യത. സോ ലാബ് 4-ൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ലാബ് 4 ക്വസ്റ്റ്യൻ നമ്പർ 3 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു ജിയോജിബ്ര അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് ആദ്യം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ്, പ്ലോട്ട് ദ പോയിന്റ് ക്യാപിറ്റൽ O ഈക്വൽ ടു 0,0. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ക്യാപിറ്റൽ O അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻപുട്ട് ബാറിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ O ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് 0,0. എന്റർ കൊടുക്കുമ്പോൾ O എന്ന പോയിന്റ് നമുക്ക് കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡ്രോ ദ യൂണിറ്റ് സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ O. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് 1 ആണെന്ന് നമുക്കറിയാം. റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളാണ് യൂണിറ്റ് സർക്കിൾ. ആ സർക്കിളിന്റെ സെന്റർ എന്തായിരിക്കണം? ഒറിജിൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മൾ ജിയോജിബ്ര വിൻഡോ ഒരിക്കൽ കൂടെ ഓപ്പൺ ചെയ്തിട്ട് സർക്കിൾ ടൂൾ എടുക്കുക. സർക്കിൾ ടൂളിൽ സെക്കൻഡ് 1 സെന്റർ ആൻഡ് റേഡിയസ്. സെന്റർ അറ്റ് O ഒറിജിൻ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ റേഡിയസ് എത്രയാണെന്ന് ചോദിക്കും. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് യൂണിറ്റ് സർക്കിൾ. ദാറ്റ് മീൻസ് റേഡിയസ് എന്താണ്? 1. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് O ഒറിജിൻ ആയിട്ടുള്ള ഒരു യൂണിറ്റ് സർക്കിൾ കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3, പ്ലോട്ട് ദ പോയിന്റ് ക്യാപിറ്റൽ A ഈക്വൽ ടു 1,0. സോ ക്യാപിറ്റൽ A എന്ന് കൊടുക്കണം നിർബന്ധമില്ല. ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 1,0 എന്ന് നിങ്ങൾ കൊടുത്താൽ മതിയാവും. സോ 1,0 എന്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ A എന്ന് തന്നെ ഓൾജിബ്രയിൽ ആ പോയിന്റ് കാണുവാൻ സാധിക്കും. അതാണ് ആ സ്റ്റെപ്പ്. നെക്സ്റ്റ്, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ A വിത്ത് മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 2π ആൻഡ് ഇൻക്രിമെന്റ് 0.1. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂൾ അറിയാം. സെലക്ട് ചെയ്യുക, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്പർ സ്ലൈഡർ ആണ്. മിനിമം വാല്യൂ എന്താണ്? 0. നെഗറ്റീവ് വാല്യൂ വേണ്ട, 0. മാക്സിമം വാല്യൂ 2π. നിങ്ങൾ എന്ത് കൊടുക്കുക? 2 അടിച്ചിട്ട് പൈ എന്ന് എൻ്റർ ചെയ്യുമ്പോൾ അത് സ്മോൾ ലെറ്ററിൽ ചെയ്യുന്നതാണ് നല്ലത്. PI എന്ന് കൊടുക്കുക. ഇൻക്രിമെന്റ് എന്തായിരുന്നു? 0.1. കണ്ടോ? അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 2π നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ഇൻക്രിമെന്റ് എന്താണ്? 0.1. ഓക്കെ കൊടുക്കുമ്പോൾ ആ സ്റ്റെപ്പും ക്ലിയർ ആയി. സോ ഇൻക്രിമെന്റ് 0.1 കൊടുത്തു. നെക്സ്റ്റ്, യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് ക്യാപിറ്റൽ P ഈക്വൽ ടു റൊട്ടേറ്റ് ക്യാപിറ്റൽ A, സ്മോൾ ലെറ്റർ A, ക്യാപിറ്റൽ O. 0 അല്ല, ക്യാപിറ്റൽ O. പ്ലോട്ട് ദ പോയിന്റ് P ഓൺ ദ സർക്കിൾ. നമുക്ക് സർക്കിളിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ക്യാപിറ്റൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഇവിടെ ഒരു P എന്നൊരു പോയിന്റ് ഉണ്ടാക്കണം. അതെന്ത് ചെയ്യണം? റൊട്ടേറ്റ് A, സ്മോൾ ലെറ്റർ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകും കേട്ടോ. അത് A എന്ന് കൊടുക്കുക. പിന്നെ എന്താണ്? ഈ ഓയുമായിട്ട് ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ ആംഗിൾ ഈ സ്മോൾ ലെറ്റർ A റേഡിയൻ വരത്തക്ക രീതിയിലാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചെയ്യുന്നത് ക്യാപിറ്റൽ P ഈക്വൽ ടു ബ്രാക്കറ്റിൽ റൊട്ടേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെ, റൊട്ടേറ്റ് എന്ന് കൊടുക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ തേർഡ് 1 സെലക്ട് ചെയ്യുക. എന്താണ് തേർഡ് 1? ആദ്യം ക്യാപിറ്റൽ A എന്ന് കൊടുക്കുക. ടാബ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് സെലക്ട് ആയി. അടുത്ത സ്മോൾ ലെറ്റർ A കൊടുക്കുക. ദെൻ ടാബ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് സെലക്ട് ആയി ക്യാപിറ്റൽ O കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് P എന്ന പോയിന്റ് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ P എന്ന പോയിന്റ് ഉണ്ടായത്? AOP. ഇവിടെ ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് വന്നു. അവിടെ ഉണ്ടായ ആംഗിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ A റേഡിയൻ.
ഓക്കെ, അപ്പൊ ആക്ച്വലി ആംഗിൾ AOP എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സ്മോൾ ലെറ്റർ A റേഡിയൻ. അത് കിട്ടുന്നതിന് വേണ്ടി ഈ റൊട്ടേറ്റ് എന്ന കമാൻഡ് ആണ് കൊടുത്തത്. ആംഗിൾ AOP എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആംഗിൾ വിത്ത് ഗിവൺ സൈസ് അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ മറ്റൊരു മെത്തേഡാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്തു പോവാം. സോ ക്യാപിറ്റൽ P എന്ന് പറയുന്ന സർക്കിളിൽ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. നൗ ജോയിൻ O and P യൂസിങ് ലൈൻ സെഗ്മെന്റ് ടൂൾ. ലൈൻ സെഗ്മെന്റ് ടൂൾ നിങ്ങൾക്കറിയാം, അത് സെലക്ട് ചെയ്യുക. ലൈനിൽ സെഗ്മെന്റ് സെലക്ട് ചെയ്യുക, Oയിൽ ക്ലിക്ക് ചെയ്യുക, Pയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് പിന്നീടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ആ P എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് ഷോ ചെയ്യിപ്പിക്കണം. നെയിം ആൻഡ് വാല്യൂ ഉണ്ടോ? ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചപ്പോഴാണ് കാണാൻ പറ്റിയത്, പക്ഷെ അത് അവിടെ പെർമനന്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ എന്താണ് നെയിം ആൻഡ് വാല്യൂ, ഇത് നിങ്ങൾക്കറിയാം. അത് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ P എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഷോ ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Oയും Pയും കണക്ട് ചെയ്തു. ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ സ്ലൈഡർ A. സ്ലൈഡർ A, അതായത് എയുടെ വാല്യൂ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. എന്താണ്? സ്ലൈഡർ വാല്യൂ ആണ്. വാല്യൂ എന്ന് കൊടുക്കാം, സ്ലൈഡർ എന്ന് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പക്ഷേ ഇവിടെ സ്മോൾ ലെറ്റർ A തന്നെ കൊടുക്കണം. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് സ്ലൈഡർ സ്മോൾ ലെറ്റർ A അല്ലേ, അത് തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ സ്ലൈഡറും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഷീറ്റിൽ ഇത് രേഖപ്പെടുത്തണം. എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 4 Q3 അല്ലേ, Q3 ലാബ് 4 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് അത് കാണിക്കുക. ഈ അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കാണിക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. Question number 2. Answer only one question having tick mark from the following. Write the method of finding the following value using this applet. Also find the value. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്ക് ഇട്ടിട്ടുള്ളത്. അതിന് ആൻസർ കണ്ടെത്തുക. Using above applet. We have to find value of cos 4.3. നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സ് ആണ്. ഒരു യൂണിറ്റ് സർക്കിളിലെ ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂവും y കോർഡിനേറ്റ് സൈൻ വാല്യൂമാണ്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ ആണെങ്കിൽ ഇത് കോസ് തീറ്റയും, ഇവിടെ ഉണ്ടാകുന്ന റൊട്ടേഷൻ തീറ്റ ആണെങ്കിൽ ഈ വാല്യൂ സൈൻ തീറ്റയുടെ വാല്യൂ ആണ്. ഇവിടെ ഉണ്ടായ ആ റൊട്ടേഷൻ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 1 റേഡിയൻ ആണ്. അതായത് കോസ് 1 എന്ന് പറയുന്നത് 0.54, സൈൻ 1 എന്ന് പറയുന്നത് 0.84. X coordinate of P gives the value of cos, y coordinate of P gives the value of sin. അല്ലേ, സൈൻ വാല്യൂ നൽകുന്നത് y കോർഡിനേറ്റും x കോർഡിനേറ്റ് നൽകുന്നത് കോസ് വാല്യൂമാണ്. x കോർഡിനേറ്റ് എന്ത് നൽകും? കോസ് വാല്യൂ. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? കോസ് 4. കോസ് എന്തായിരുന്നു? 4.3 x. cos 4.3. അപ്പോൾ സ്ലൈഡർ വാല്യൂ ആംഗിൾ ഓഫ് റൊട്ടേഷൻ എന്താണ്? 4.3 റേഡിയൻ ആക്കി മാറ്റണം. അപ്പോൾ സ്ലൈഡർ വാല്യൂ എഡിറ്റ് ചെയ്ത് 4.3 എന്ന് കൊടുക്കുക. എന്റർ കൊടുക്കുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ P യുടെ എക്സ് കോർഡിനേറ്റ് വിച്ച് ഈസ് ദ ആൻസർ. എക്സ് കോർഡിനേറ്റ് എന്താണ്? -0.4. സോ -0.4 ഈസ് ദ ആൻസർ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആൻസർ ഷീറ്റ് രേഖപ്പെടുത്തുന്നത്? Take small letter A equal to 4.3. അതായത് സ്ലൈഡർ വാല്യൂ 4.3 എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ P ഈസ് ദ ആൻസർ. അതായത് cos 4.3 എന്ന് പറയുന്നത് എന്ത് കിട്ടി? -0.4. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് cos 3.5ന്റെ വാല്യൂ കണ്ടെത്താനാണ്. അപ്പോൾ cos 3.5 ആണെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് എന്ത് കൊടുക്കണം? 3.5 എന്ന് കൊടുക്കണം. അത്രയേ ഉള്ളൂ. 3.5 എന്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ കാണാൻ സാധിച്ചു. കോസ് വാല്യൂ എന്ന് പറയുന്നത് -0.94. എന്നാൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ 3.5. അപ്പൊ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 3.5? സൈൻ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പൊ ആൻസർ -0.35 എന്ന് പറയാം. ഇവിടെ കോസ് ആയതുകൊണ്ട് ആൻസർ എന്തായിരുന്നു? -0.94. അതിന്റെ മെത്തേഡ് കൂടെ എഴുതേണ്ടതുണ്ട്. ആൻസർ -0.94. അതിനുവേണ്ടി സ്ലൈഡർ വാല്യൂ 3.5 എന്ന് കൊടുത്തു. ആൻസർ എങ്ങനെയാണ് കിട്ടിയേ? എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ P ഈസ് ദ ആൻസർ. ദാറ്റ് ഈസ് -0.94. അതുപോലെ cos 5.6 കിട്ടണമെങ്കിൽ സ്ലൈഡർ വാല്യൂ 5.6 ആക്കുക. ക്യാപിറ്റൽ P യുടെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ആൻസർ. ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ ഇതിന് പകരം ചോദിക്കുന്നത് ഈ വർഷം ചിലപ്പോൾ ഫൈൻഡ് വാല്യൂ ഓഫ് സൈൻ 2.1. സൈൻ 2.1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 2.1 എന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. 2.1
ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ സൈൻ വാല്യൂ എന്താണ്? സൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പി, ദാറ്റ് ഈസ് 0.86. ഇങ്ങനെ മാറ്റിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ലാബാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യം ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ ചെയ്യേണ്ടത്, അത് ആൻസർ ചെയ്യുക. നെക്സ്റ്റ്, ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. മിനിമം വാല്യൂ ഓഫ് ദ സ്ലൈഡർ 0 ആണ്. അതൊരിക്കലും നെഗറ്റീവ് ആക്കാൻ പാടില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ. ഓക്കെ, സൈൻ -5.2. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് സ്ലൈഡർ വാല്യൂ എന്ത് കൊടുത്താൽ മതി? -5.2 എന്ന് കൊടുത്താൽ ക്യാപിറ്റൽ പിയുടെ y കോർഡിനേറ്റ് ആണ് ആൻസർ. പക്ഷേ ഇവിടെ സ്ലൈഡർ വാല്യൂ നെഗറ്റീവ് ആക്കാൻ പാടില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്കറ്റുള്ളത്. അപ്പൊ ഫസ്റ്റ് ഒന്നാണെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യും? നെഗറ്റീവ് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ പോസിറ്റീവ് ആക്കണം. നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി അറിയാം, അതാണ് മാക്സ്. സൈൻ ഓഫ് -θ എന്ന് പറയുന്നത് -sin θ എന്ന് എഴുതാം. അതായത് സൈൻ ഓഫ് -5.2 കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? -sin + 5.2 കണ്ടാൽ മതി. അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമുക്ക് വേണ്ടത് സൈൻ ഓഫ് -5.2 ആണ്. അതിനെ പ്രോപ്പർട്ടി അനുസരിച്ച് എങ്ങനെ എഴുതാം? -sin 5.2 എന്ന് എഴുതാം. സോ ആദ്യം എന്ത് ചെയ്യുക? സൈൻ 5.2ന്റെ വാല്യൂ കാണുക, എന്നിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിക്വയർഡ് ആൻസർ ആയി. അപ്പോൾ സൈൻ 5.2 എങ്ങനെ കണ്ടെത്തും? നിങ്ങൾക്കറിയാം. 5.2 ഇവിടെ കൊടുക്കുക, സ്ലൈഡർ വാല്യൂയിൽ കൊടുക്കുക 5.2 എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന y കോർഡിനേറ്റ് ആണ് ആൻസർ അല്ലെ? -0.88 കണ്ടോ? പുറത്തൊരു മൈനസ് ഉണ്ട്, പിന്നെ ഇപ്പൊ കിട്ടിയത് -0.88, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടും +0.88. അപ്പോൾ സ്ലൈഡർ വാല്യൂ നമ്മൾ 5.2 എന്ന് എടുക്കുക. y കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പി നൽകുന്നത് സൈൻ 5.2ന്റെ വാല്യൂ ആണ്. അതിനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിക്വയർഡ് ആൻസർ നമുക്ക് ലഭ്യമാകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ -3.7 ഇതേപോലെ തന്നെയാണ്. സൈൻ 3.7ന്റെ വാല്യൂ കണ്ടിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം സൈൻ ഓഫ് -θ എന്ന് പറയുന്നത് -sin θയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ സൈൻ ഓഫ് -4.8 കാണണമെങ്കിൽ സൈൻ 4.8 കാണുക, എന്നിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പൊ അത് ചെയ്താൽ 2 മാർക്കാണ് കിട്ടുന്നത്. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ഓൺലി വൺ ഓഫ് ദ ഫോളോയിങ് ഹാവിംഗ് ടിക്ക് മാർക്ക്. Also find the value of sec 3.6, tan 5.8, cosec 4.7. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ടിക്കറ്റ് ഇട്ടുള്ളത്, അത് ആൻസർ ചെയ്യുക. സപ്പോസ് ഫസ്റ്റ് ഒന്നാണ് ടിക്കറ്റ് ഇട്ടുള്ളത് എങ്കിൽ we have to find the value of sec 3.6. നമുക്ക് ആ അപ്ലറ്റ് ഉപയോഗിച്ച് സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ എങ്ങനെ സീക്കിന്റെ വാല്യൂ കണ്ടെത്താം? നമുക്കറിയാം സീക്ക് എന്ന് പറഞ്ഞാൽ 1/cos ആണ്. കോസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പിയുടെ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പൊ സീക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/x കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പി ആണ്. അത് മനസ്സിലാക്കണം. പിടികിട്ടിയായിരുന്നോ? കോസ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് പി, കോസ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പി, എങ്കിൽ സീക്ക് എന്ന് പറയുന്നത് 1/x കോർഡിനേറ്റ് ഓഫ് പി. അപ്പോൾ നമുക്ക് സീക്ക് 3.6 കാണണമെങ്കിൽ ഇൻപുട്ട് ബാറിൽ 1/x ഓഫ് ക്യാപിറ്റൽ പി എന്ന് കൊടുക്കുക, എന്നിട്ട് സ്ലൈഡർ വാല്യൂ 3.6 എന്ന് കൊടുക്കണം. അത് നമ്മുടെ ആൻസർ ഷീറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സീക്കാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് ബാറിൽ 1/x ഓഫ് ക്യാപിറ്റൽ പി എന്ന് കൊടുക്കുക, എന്നിട്ട് സ്ലൈഡർ വാല്യൂ 3.6 എന്ന് കൊടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ പി ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ആൻസർ. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി 1/x ഓഫ് ക്യാപിറ്റൽ പി എന്ന് ഇവിടെ കൊടുക്കുക. 1/ സ്മോൾ ലെറ്റർ എക്സ് ആണ് വേണ്ടത് കേട്ടോ, ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റർ എക്സ്, ബ്രാക്കറ്റ് കൊടുത്തിട്ട് ക്യാപിറ്റൽ പി, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ 1/x ഓഫ് പി എൻ്റർ കൊടുത്തു അല്ലെ, എന്നിട്ട് സ്ലൈഡർ വാല്യൂ നമുക്ക് എന്താണ് വേണ്ടത്? 3.6 അല്ലേ, 3.6 കൊടുക്കുക. 3.6 എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടി, ദാ ഇവിടെ ഇരിക്കുന്നു, -1.12 വിച്ച് ഈസ് ദ ആൻസർ. അപ്പൊ സീക്ക് 3.6, അതിന്റെ ആൻസർ -1.12. പ്രൊസീജിയർ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സീക്കാണ് വേണ്ടതെങ്കിൽ ഇൻപുട്ട് ബാറിൽ 1/x ഓഫ് പി കൊടുക്കുക, എന്നിട്ട് സീക്ക് 3.6 സ്ലൈഡർ വാല്യൂ 3.6 എന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ
tan 5.8 എന്ത് കിട്ടും? tan എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൈൻ ബൈ കോസ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y കോർഡിനേറ്റ് ഓഫ് ക്യാപിറ്റൽ P. കോസ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് ഓഫ് P. അപ്പോൾ എന്ത് വരും? tan കാണണമെങ്കിൽ കമാൻഡ് എന്ത് കൊടുക്കണം? y ഓഫ് ക്യാപിറ്റൽ P ബൈ x ഓഫ് ക്യാപിറ്റൽ P. എന്നിട്ട് സ്ലൈഡർ വാല്യൂ 5.8 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതുകൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. y ഓഫ് ക്യാപിറ്റൽ P ബൈ x ഓഫ് ക്യാപിറ്റൽ P എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. സ്മോൾ ലെറ്റർ y ആണ്, അതൊക്കെ ശ്രദ്ധിക്കുക. സ്മോൾ ലെറ്റർ y ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റൽ P സ്ലാഷ് y ഓഫ് P സ്ലാഷ് x ഓഫ് P, സ്മോൾ ലെറ്റർ x ബ്രാക്കറ്റ് ക്യാപിറ്റൽ P. എൻ്റർ കൊടുക്കുന്നു. നമുക്ക് വേണ്ടത് എന്താണ്? tan എന്തായിരുന്നു? tan 5.8. സോ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 5.8 കൊടുത്താൽ ആൻസർ കിട്ടും. 5.8 എൻ്റർ കൊടുക്കുമ്പോൾ ഈ ലാസ്റ്റിൽ വരുന്ന ഈ ക്യാപിറ്റൽ ഇവിടെ വരുന്നില്ല, ഈ വാല്യൂ ആൻസർ എന്താണ്? -0.52. മൈനസ് അല്ല, ഇവിടത്തെ വാല്യൂ എഴുതി കളയരുത്, ഇവിടെ വരുന്നതാണ് കേട്ടോ. ഈ ഓൾജിബ്രയിലാണ് ആൻസർ വരുന്നത്. -0.52 ശരിയാണോ നോക്കി നോക്ക്. -0.52 y ഓഫ് P ബൈ x ഓഫ് P. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ടിക്കറ്റ് ഉള്ളതെങ്കിൽ കൊസീക്ക് എങ്ങനെ കാണും? കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1 സൈൻ. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y കോർഡിനേറ്റ് ഓഫ് P ആണ്. അപ്പോൾ 1 y ഓഫ് P, അത് ഇവിടെ തന്നെ ഉണ്ട് ഹിന്റ് അല്ലേ. 1 y ഓഫ് P എന്ന് കൊടുക്കുക. എന്നിട്ട് സ്ലൈഡർ വാല്യൂ 4.7 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ -1 എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ബേസിക് പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.